എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 119 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഈസ് ദി ഡിഫറൻസ് ഓഫ് എനി ടു മൾട്ടിപ്പിൾസ് ഓഫ് 3 അഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 3? അതായത് 3ന്റെ രണ്ട് മൾട്ടിപ്പിൾസ്, അതായത് രണ്ട് ഗുണിതങ്ങൾ. അപ്പോൾ 3ന്റെ രണ്ട് ഗുണിതങ്ങളുടെ ഡിഫറൻസും വ്യത്യാസവും എന്ത് തന്നെയാണോ? 3ന്റെ ഒരു ഗുണിതം തന്നെയാണോ, അല്ലെ? അതായത് 3ന്റെ മൾട്ടിപ്പിൾ തന്നെയാണോ? ഇതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ നോക്കണം, അല്ലെ? 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം 1 × 3 3, 2 × 3 6, 3 × 3 9, 4 × 3 12, 5 × 3 15, അല്ലെ? ഇതൊക്കെയാണ് 3ന്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ, ഏത് വേണമെങ്കിലും കുറയ്ക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്ന സംഖ്യകൾ 3ന്റെ മൾട്ടിപ്പിൾ തന്നെയാണോ, 3ന്റെ ഗുണിതം തന്നെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, അല്ല? നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇപ്പം ഞാൻ നോക്കിയാൽ ഞാനിപ്പോൾ 9, ഇപ്പോൾ ഉദാഹരണത്തിന് 9 - 3, 9ൽ നിന്ന് ഞാൻ 3 കുറച്ചു, എത്ര കിട്ടി? 6 കിട്ടി, അല്ലേ? അല്ലെങ്കിൽ ഞാനിപ്പോൾ നോക്കിയാൽ ഈ 12ൽ നിന്ന് 6 കുറച്ചു, 12 - 6 എത്ര കിട്ടി? 6 കിട്ടി, അല്ലേ? അല്ലെങ്കിൽ 15ൽ നിന്ന് ഞാൻ 3 കുറച്ചു, 15 - 3 എത്ര കിട്ടും? 12 കിട്ടും, അല്ലേ? ഇനി കിട്ടിയ സംഖ്യകളൊക്കെ നോക്കിയേ. ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 12, അല്ലേ? 6, 12 എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അതൊക്കെ 3ന്റെ ഗുണിതങ്ങളാണ്, അല്ലെ? 3ന്റെ മൾട്ടിപ്പിൾസ് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ആദ്യത്തെ തന്നെ എടുക്കുക. അപ്പൊ 9 - 3 സീക്രട്ട് നമുക്ക് 6 കിട്ടി. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതനുസരിച്ച് നമുക്ക് 9ന് എങ്ങനെ എഴുതാൻ പറ്റും? 3 × 3 അല്ല 9. അപ്പോൾ ഞാൻ 9ന് പകരം 3 × 3, ശ്രദ്ധിച്ചിരിക്കാം, 3 × 3 എന്ന് എഴുതിയ ആർക്ക് പകരം? ഈ 9ന് പകരം 3 × 3 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ അത് 9 ആയില്ലേ? ഇനി മൈനസ്, ഈ മൈനസ്. ഇനി 3നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാം? 3നെ നമുക്ക് 1 × 3 തന്നെ എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ 1 × 3 എന്ന് എഴുതി, അല്ലേ? അപ്പോൾ ഇതിനെ 9നെ 3 × 3 എന്ന് എഴുതി, 3നെ 1 × 3 എന്ന് എഴുതി. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ 3നെ 3 കൊണ്ട് ഗുണിക്കുന്നു, 1നെയും 3 കൊണ്ട് ഗുണിക്കുന്നു, അല്ലെ? അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 3ൽ നിന്ന് 1 കുറച്ചിട്ട് 3 - 1, എന്നിട്ട് അതിനെ നമുക്ക് ഈ 3 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലെ? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്, × 3. അതായത് ഇവിടെ രണ്ടിനെയും നോക്കിയാൽ ഈ 3 കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു, ഈ 3 കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു, അല്ലെ? അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 3ൽ നിന്ന് 1 കുറച്ചിട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരേ ഉത്തരം തന്നെ ആയിരിക്കും കിട്ടുക, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ 3 - 1 എന്ന് പറഞ്ഞാൽ എത്ര? 2. അപ്പോൾ 2 × 3 കിട്ടി നമുക്ക്. അതായത് അവസാനം നമുക്ക് എന്താണ് കിട്ടിയത്? 2 × 3, അല്ലെ? അപ്പോൾ ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. നോക്കിയാൽ 12 - 6, അല്ലെ? 12 - 6 നമുക്ക് ഇവിടെ 6 കിട്ടി. ഓക്കെ, 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 നമുക്ക് 4 × 3 12, അല്ലേ? അപ്പോൾ 12ന് ഞാൻ 4 × 3 എന്ന് എഴുതി. ഓക്കെ, ഇനി മൈനസ് 6ന് ഞാൻ എന്തെന്ന് എഴുതുന്നു? 6 ഞാൻ 2 × 3 6 അല്ലേ? 2 × 3 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നോക്കിയേ, 3 കൊണ്ട് 4നെ ഗുണിക്കുന്നു, അല്ലേ? അതുപോലെ 3 കൊണ്ട് 2നെയും ഗുണിക്കുന്നു, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കുന്നു, അല്ലേ? അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 4ൽ നിന്ന് 2 കുറച്ചിട്ട് ആ കിട്ടുന്ന ഉത്തരത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി, അതെ? അതാണ് നമ്മൾ ഇവിടെയും ചെയ്തത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് പകരമായിട്ട് 4ൽ നിന്ന് 2 കുറയ്ക്കാം, അല്ലേ? 4 - 2. അപ്പോൾ ഞാൻ 4 - 2 എന്നിട്ടു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ കിട്ടുന്ന ഉത്തരത്തെ നമുക്ക് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓരോന്നിനെയും 3 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ഈ കിട്ടുന്ന ഉത്തരത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ × 3. അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 4 - 2 എത്രയാണ്? 2, അല്ലേ? അപ്പോൾ 2 × 3. അപ്പോൾ ഇവിടെയും നമുക്ക് നോക്കിയേ, അവസാനം കിട്ടിയ ഉത്തരം എന്താണ്? 2 × 3, 3ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആകാൻ വേണ്ടി ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് 6 - 3 നോക്കാം. 6 - 3 ഇത് നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. 6 - 3നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 3 എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ 2 × 3 എന്ന് എഴുതി 6നെ മൈനസ് 3നെ നമുക്ക് എന്ത് എഴുതാം? 1 × 3, അല്ലേ? അപ്പോൾ 1 × 3 ആണ് 3. അപ്പോൾ 1 × 3 എന്ന് എഴുതി. ഇനി നോക്കിയാൽ ഈ 3 കൊണ്ട് 2നെ ഗുണിക്കുന്നു, 3 കൊണ്ട് 1നെയും ഗുണിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ 3 കൊണ്ട് എന്ത് ചെയ്യുക? 2നെ ഗുണിക്കുന്നുണ്ട്, ഇവിടെ 1നെ ഗുണിക്കുന്നു. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 2ൽ നിന്ന് 1 കുറയ്ക്കുന്നു, അല്ലേ? ഇവിടെ ചെയ്ത അതേപോലെ തന്നെ 2ൽ നിന്ന് 1 കുറയ്ക്കുന്നു, എന്നിട്ട് അതിനെന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലേ? 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 - 1 എന്ന് പറഞ്ഞാൽ 1, അല്ലേ? അപ്പോൾ 1 × 3. കണ്ടില്ലേ? ഇവിടെയും എന്ത് വരുന്നു? 3ന്റെ മൾട്ടിപ്പിൾ തന്നെ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാലിനി. ദി ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അല്ലേ? അതായത് ഈ ഗുണിതങ്ങളുടെ വ്യത്യാസവും
3ന്റെ ഗുണിതം തന്നെയാണ്. അപ്പോൾ മലയാളം മീഡിയക്കാർ അങ്ങനെ തന്നെ എഴുതാം. ഈ ഗുണിതങ്ങളുടെ വ്യത്യാസവും 3ന്റെ ഗുണിതം തന്നെയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഇഫ് 2 numbers leave remainder 1 on division by 3, is their difference a multiple of 3? എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 വരുന്ന ഏത് സംഖ്യകളുടെയും ഡിഫറൻസ് എത്രയായിരിക്കും? അത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കോ, 3ന്റെ ഗുണിതമായിരിക്കും എന്നതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായില്ലേ? അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? റിമൈൻഡർ 1 വരണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ആ സംഖ്യകൾ ഏതൊക്കെ എഴുതാം. 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 1 വരണം അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ആദ്യം എഴുതാം. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് 3, അതായത് മലയാളം മീഡിയക്കാരെ 3ന്റെ ഗുണിതങ്ങൾ അല്ലെ. ഏതൊക്കെയാണ് 3ന്റെ ഗുണിതങ്ങൾ? 3, 6 അല്ലെ, 3 × 3 9, 4 × 3 12, 5 × 3 15 അല്ലെ. അങ്ങനെ പോകുന്നു 3ന്റെ ഗുണിതങ്ങൾ. ഇനി നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 1 വരണം, ശിഷ്ടം 1 വരണം അല്ലെ. അപ്പൊ ആ സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ നമ്മൾ ആദ്യം 3ന്റെ മൾട്ടിപ്പിൾസ് എഴുതി അല്ലെ. ഇനി എന്ത് വേണം? നമുക്ക് വേണ്ട സംഖ്യ ഏതാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം 1 കിട്ടണം അല്ലെ. അപ്പൊ ഈ സംഖ്യകൾ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം ഉണ്ടോ? ശിഷ്ടം ഇല്ല അല്ലെ. ശിഷ്ടം 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്, 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്ക് ശിഷ്ടം 1 വേണ്ടേ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഇതിന്റെ കൂടെ 1 അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ ശിഷ്ടം 1 വേണം. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ആ 1 ആദ്യം എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ 1 അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? 1 അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എത്ര വരും? 3ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 4, അടുത്തത് 6ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 7, അടുത്തത് 9 കഴിഞ്ഞാൽ 10 അല്ലെ, 13, 16 ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ സംഖ്യകൾ. ഏത് സംഖ്യകൾ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ. ഇപ്പൊ 4നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ, 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ബാക്കി ശിഷ്ടം റിമൈൻഡർ എത്ര വരും? 1 വരും. 7നെ ഡിവൈഡ് ചെയ്താലോ? 7ന് എത്ര 3 ഉണ്ട്? 2 3 അല്ലെ. ബാക്കി ശിഷ്ടം എത്ര വരും? 1 വരും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക അല്ലെ. ഇനി അതിനേലും നല്ല എളുപ്പപ്പണി വേറെ ഉണ്ട്. എന്ത് ചെയ്താൽ മതി? നമുക്ക് റിമൈൻഡർ 1 അല്ലേ വേണ്ടത്. അപ്പൊ റിമൈൻഡർ 1 എഴുതി. ഓക്കെ, ഇനി എന്ത് വേണം? 3 കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ. അപ്പൊ ഇതിന്റെ കൂടെ 3 അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ ഇത് 1ന്റെ കൂടെ 3 കൂട്ടിയാൽ എത്ര വരും? 4, 4ന്റെ 3 കൂട്ടിയാൽ എത്ര വരും? 7 അല്ലെ. 7ന്റെ കൂടെ 3 കൂട്ടിയാൽ എത്ര വരും? 10. കണ്ടാ, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പൊ ആദ്യം റിമൈൻഡർ ഫസ്റ്റ് എഴുതിയിട്ട് ഇപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നാണ് പറ്റില്ല അല്ലെ. അതായത് 3 ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതേ രൂപത്തിൽ നിങ്ങൾ എഴുതാം. ഓക്കെ, ഇപ്പൊ ഇനി എന്താണ് നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നത്? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇതിന്റെ ഡിഫറൻസ് എന്താവോ? 3ന്റെ മൾട്ടിപ്പിൾ ആവോ എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് 3ന്റെ മൾട്ടിപ്പിൾ ആവോ. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കിയാൽ 4ൽ നിന്ന് 1 കുറയ്ക്കും. ഓക്കെ, 4 - 1 എത്ര കിട്ടി? നമുക്ക് 3 കിട്ടി അല്ലെ. 3 കിട്ടി. അതല്ലെങ്കിൽ നമ്മളിപ്പോ 10ൽ നിന്ന് 4 കുറച്ച് നോക്കി. 10 - 4 എത്ര കിട്ടി? 6 കിട്ടി അല്ലെ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ 13ൽ 1 കുറച്ചു. 13 - 1 എത്ര കിട്ടി? 12 കിട്ടി. ഇതൊക്കെ എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. ഇപ്പൊ 3, 6 എന്ന് പറഞ്ഞാലും 12 എന്ന് പറഞ്ഞാലും ഒക്കെ കിട്ടിയ ഉത്തരങ്ങളൊക്കെ എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ നമുക്കിത് എളുപ്പം ചെയ്യാൻ പറ്റും. ഉദാഹരണം നോക്കിയപ്പോ നമ്മൾ 4 - 1 അല്ലെ. 4 - 1 = 3 കിട്ടി അല്ലെ. 4ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 നമുക്ക് 4 × 1 എന്ന് എഴുതാം അല്ലെ. 4 × 1 മൈനസ് 1ന് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 1 തന്നെ അല്ലെ. 1 × 1 വേറെ രൂപത്തിൽ ഒന്നും എഴുതാൻ പറ്റില്ല. ഇവിടെ നോക്കിയാൽ 4നെ 1 കൊണ്ട് ഗുണിക്കുന്നു, 1നെയും 1 കൊണ്ട് ഗുണിക്കുന്നു അല്ലെ. അതായത് 1 കൊണ്ട് 4നെയും ഗുണിക്കുന്നു, 1നെയും ഗുണിക്കുന്നു. എന്തിനാ? അതിന്റെ ഡിഫറൻസ് കാണുന്നു അല്ലെ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 4ൽ നിന്ന് 1 കുറച്ചിട്ട് 1 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് അല്ലെ. അതായത് ഇതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 4 - 1 × ഈ 1 അല്ലെ, 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 - 1 എത്രയാണ്? 3 അല്ലെ. അപ്പൊ 3 × 1 കണ്ടാ. അപ്പൊ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? അവസാനം 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അവസാനം കിട്ടിയ ഉത്തരം 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ആണ് അല്ലേ. ഇനി വേണം നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. 10 - 4 = 6 എന്ന് കിട്ടി അല്ലേ. ഈ 10നെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും? 5 × 2 എന്ന് എഴുതാം. 5 × 2 10 എന്ന് എഴുതി. മൈനസ് 4ന് നമുക്ക് 2 × 2 എന്ന് എഴുതാം അല്ലേ. 2 × 2 ആണ് 4. ഇനി ഇവിടെ നോക്കിയാൽ 5നെ 2 കൊണ്ട് ഗുണിക്കുന്നു, 2നെ 2 കൊണ്ട് ഗുണിക്കുന്നു അല്ലെ. അതായത് ഈ 2 കൊണ്ടാണ് നമ്മൾ ഇയാളെയും ഗുണിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 2 കുറച്ചിട്ട്, അതായത് 5
-2. 5-ൽ നിന്ന് 2 കുറച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 2 കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചു കൊടുത്താൽ മതി. ഒരേ ഉത്തരമായിരിക്കും കിട്ടുക അല്ലേ? ഓക്കെ. അപ്പോൾ 5 - 2 എത്രയാണ്? 3 × 2. ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇവിടെയും നമുക്ക് 3 × 2 അല്ലേ? അതായത് 3ന്റെ മൾട്ടിപ്പിൾ ആണ് ഉത്തരം കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ ഏത് ചെയ്താലും നമുക്ക് എന്തേ കിട്ടുള്ളൂ? 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും ഉത്തരം കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം ദി ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? അപ്പോൾ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതണം? ഈ രണ്ട് സംഖ്യകളുടെയും വ്യത്യാസം 3ന്റെ ഗുണിതമാണ്. ഇനി അതിൽ നമുക്ക് ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഇനി നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇഫ് 2 numbers leave remainder 2 on division by 3 is their difference a multiple of 3 by 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന സംഖ്യകൾ അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞത് ശിഷ്ടം 1 വരുന്ന സംഖ്യകളായിരുന്നു. അപ്പൊ ഇവിടെ 2 വരുന്ന സംഖ്യ ഇത്രേ വ്യത്യാസമുള്ളൂ അല്ലെ? അപ്പൊ ആ സംഖ്യകളുടെ വ്യത്യാസം എത്രയായിരിക്കും? അതും 3ന്റെ ഗുണിതമാണോ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഒരേ ഒരു വ്യത്യാസം വന്നത് എന്താണ്? 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 ആയിരുന്നു നേരത്തെ, ഇത് 2 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ? ഞാൻ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 3 എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? റിമൈൻഡർ 2 അല്ലേ വരേണ്ടത്? അപ്പോൾ ആദ്യം നമ്മൾ 2 എഴുതി. ഇനി എന്ത് വേണം? ഇതിന്റെ കൂടെ 2 ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ? 2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 3ന്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 5. ഇനി 6ന്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 × 2 8, 9 × 2 11 അല്ലേ? 11 2 13 അല്ലേ? ഇങ്ങനെ പോകുന്ന സംഖ്യകൾ. അതല്ലെങ്കിൽ എളുപ്പം വേറെ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റിമൈൻഡർ 2 അല്ലേ വേണ്ടത്? അപ്പോൾ 2 എഴുതി ആദ്യം. പിന്നെ എന്ത് വേണം? ഏത് കൊണ്ട് ഹരിക്കുമ്പോഴാണ്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2ന്റെ കൂടെ 3 അങ്ങോട്ട് ആഡ് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. 5ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 8, 8ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 11. കണ്ട, ഇതേ സംഖ്യ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ എളുപ്പം അതിനനുസരിച്ച് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണമെന്നില്ല. ഇതേ രൂപത്തിൽ എഴുതിപ്പോയാലും മതി. അപ്പോൾ നമുക്കൊന്ന് ഇതിൽ നിന്ന് കുറച്ച് നോക്കാം. ഇപ്പം 5, 5ൽ നിന്ന് ഞാൻ 2 കുറച്ചു. എനിക്ക് എത്ര ഉത്തരം കിട്ടി? 3 കിട്ടി അല്ലേ? അതല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ നോക്കിയാൽ 8, 8ൽ നിന്ന് ഞാൻ 2 കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 8ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 6 അല്ലേ? ഇതുപോലെ ചെയ്ത് നോക്കാം. ഇപ്പം എന്താണ് കിട്ടുന്നത്? ഇവിടെ 3, 6 ഒക്കെ എന്താണ്? ഇത് 3ന്റെ മൾട്ടിപ്പിൾ, ഇതും 6ഉം 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കിട്ടുന്നത്? അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്താൽ എടുക്കുക. 5 - 2 നമ്മൾ എടുത്തു അല്ലേ? 5 - 2 = 3 കിട്ടി. 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5നെ നമുക്ക് 5 × 1 എന്ന് എഴുതിക്കൂടെ? 5 × 1 എന്ന് എഴുതി 5നെ. ഓക്കെ. -2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2നെ നമുക്ക് 2 × 1 അല്ലേ? 2 × 1 അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി നോക്കിയേ, ഇവിടെ 5നെ നമ്മൾ 1 കൊണ്ട് ഗുണിക്കുന്നു, 2നെയും 1 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 5ൽ നിന്ന് 2 കുറച്ചിട്ട് 1 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. 5 - 2, 5ൽ നിന്ന് 2 കുറച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കുന്നു? 1 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എത്ര ഉത്തരം കിട്ടും? 5ൽ നിന്ന് 2 കുറച്ചാൽ 3 അല്ലേ? 3 × 1. അപ്പോൾ അവസാനം എന്ത് വന്നു? 3 × 1 അല്ലേ? അതായത് 3ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്, 3ന്റെ ഗുണിതമാണ് വരുന്നത്. ഇനി എന്തൊക്കെ ഏത് വേണമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. 8 - 2 = 6 നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ 8 - 2 8ന് പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 × 2 എന്ന് എഴുതാലോ. 8നെ 4 × 2 എന്ന് എഴുതി അല്ലേ? ഓക്കെ. -2നെയോ? 2നെ നമുക്ക് 1 × 2 അല്ലേ? 1 × 2 2. ഇനി ഇവിടെ നോക്കിയേ, 4നെ 2 കൊണ്ട് ഗുണിക്കുന്നു, 1നെയും 2 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? അതായത് ഈ 2 കൊണ്ട് ആരൊക്കെ ഗുണിക്കുന്നുണ്ട്? 4നെ ഗുണിക്കുന്നു, 1നെ ഗുണിക്കുന്നു, എന്നിട്ട് ഇവർ തമ്മിൽ മൈനസ് ചെയ്യുന്നു. അതിന് പകരം എന്ത് ചെയ്യാം? 4ൽ നിന്ന് 1 കുറയ്ക്കുക അല്ലേ? അപ്പം 4 - 1 4ൽ നിന്ന് 1 കുറച്ചിട്ട് അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? ഓക്കെ. അപ്പം 4ൽ നിന്ന് 1 കുറച്ച് എത്രയാണ്? 3 × 2. അപ്പോൾ ഇവിടെ എന്താ അവസാനത്തിന് വരുന്നത്? 3 × 2. 3 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 3ന്റെ ഗുണിതമാണ്. അപ്പോൾ നമുക്ക് എഴുതാം ദി ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? അതായത് ഈ വ്യത്യാസം 3ന്റെ ഗുണിതമാണ്. മലയാളം മീഡിയക്കാർ അങ്ങനെ എഴുതി വെക്കുക. ഈ വ്യത്യാസം, ഇവ തമ്മിലുള്ള വ്യത്യാസം 3ന്റെ ഗുണിതമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. വാട്ട് ഓൾ തിങ്സ് ക്യാൻ ബി സേ ഇഫ് വി ടേക്ക് 4 ഇൻസ്റ്റെഡ് ഓഫ് 3 ഇൻ ദി ലാസ്റ്റ് പ്രോബ്ലം. അതായത് നമ്മൾ കഴിഞ്ഞ ഇപ്പം ഈ കണക്കിൽ ചോദിച്ചെന്താണ്? 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 അല്ലെ? 3 ശിഷ്ടം വരുന്ന അല്ലെങ്കിൽ 3 റിമൈൻഡർ വരുന്ന സംഖ്യകളുടെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ അതിന് പകരം 3ന് പകരം 4 ആണെങ്കിലോ എന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ നമുക്ക് ചോദ്യം എന്തായി മാറും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ അല്ലെ? അതുപോലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം 2 വരുന്ന സംഖ്യകൾ. അപ്പൊ 3ന് പകരം 4 ആയി മാറി അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ്
4 എഴുതി വെക്കണം അല്ലേ? 4 എഴുതാം. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 4 അല്ലേ, അതായത് മലയാളം മീഡിയക്കാർ എഴുതാം 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 4, 8, 12, 16 അല്ലേ? 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കിട്ടും. ഇതാണ് 4ന്റെ ഗുണിതങ്ങൾ അല്ലേ? നമുക്ക് വേണ്ടത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ശിഷ്ടം വരുന്നല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്ത് ഇതിന്റെ 4ന്റെ ഗുണിതങ്ങൾ എഴുതി. ഇനി നമുക്ക് റിമൈൻഡർ 1 വരണ്ടേ? അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഫസ്റ്റ് എന്ത് എഴുതണം? 1 എഴുതി. റിമൈൻഡർ 1 വേണ്ടത്, അപ്പോൾ 1 എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ 1 അങ്ങോട്ട് കൂട്ടി എഴുതി കൊടുത്താൽ മതി. അപ്പോൾ 4ന്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് വരും? 5. 8ന്റെ കൂടെ 1 കൂട്ടിയാൽ 9. 12ന്റെ കൂടെ 1 കൂട്ടിയാൽ 13. 16ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 17 അല്ലേ? ഇങ്ങനെ ഇതാണ് നമുക്ക് വേണ്ട സംഖ്യകൾ. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ശിഷ്ടം വരുന്ന റിമൈൻഡർ വരുന്ന സംഖ്യകൾ ഇതാണ്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വേറെ രീതിയിൽ എങ്ങനെ കണ്ടുപിടിക്കാം? റിമൈൻഡർ 1 അപ്പോൾ ആദ്യം നമ്മൾ 1 എഴുതി. ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അല്ലേ? അപ്പം എന്ത് ചെയ്യുക? 4 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, കൂട്ടി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ 1 കഴിഞ്ഞാൽ 4 കൂട്ടിക്കഴിഞ്ഞാൽ 5, ഇതിൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 9, ഇതിൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 13. കണ്ട, ഇതേ രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഇവ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? ഇവ തമ്മിലുള്ള ഡിഫറൻസ് 4ന്റെ ഗുണിതമായിരിക്കുമോ? അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം നോക്കിയാൽ 5 - 1. 5 - 1 എത്ര കിട്ടി? നമുക്ക് 4 കിട്ടി. അപ്പോൾ നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് അത് കൂടുതൽ ചെയ്യണോ? വേണ്ട അല്ലേ? അപ്പോൾ 5 - 4 നമുക്ക് 4 കിട്ടി. സോറി, 5 - 1 നമുക്ക് 4 കിട്ടി അല്ലേ? അപ്പോൾ 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5നെ നമുക്ക് 5 × 1 അല്ലേ? 5 × 1 എന്ന് എഴുതി. 5നെ മൈനസ് 1നെയോ 1 × 1 എന്ന് എഴുതി. ഇവിടെ നോക്കിയേ, 5നെ 1 കൊണ്ട് ഗുണിച്ചു, 1നെ 1 കൊണ്ട് ഗുണിച്ചു അല്ലേ? എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കാണുന്നു. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 5ൽ നിന്ന് 1 കുറയ്ക്കുക. 5 - 1, 5ൽ നിന്ന് 1 കുറച്ചിട്ട് അതിനെന്ത് ചെയ്താൽ മതി? 1 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? നമുക്ക് എന്ത് കിട്ടും? 5 - 1 എത്രയാണ്? 4. 4 × 1. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെ അല്ലേ? ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 4ന്റെ മൾട്ടിപ്പിൾ. നേരത്തെ 3ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടിയത്, ഇവിടെ 4ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്തായിരിക്കും? ഡിഫറൻസ് എന്തായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അതായത് 4ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം ദി ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെ? അതായത് സംഖ്യകളുടെ വ്യത്യാസം എന്തായിരിക്കും? 4ന്റെ ഗുണിതമായിരിക്കും. അങ്ങനെ എഴുതി വെക്കാം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരെണ്ണം കൂടി ചെയ്യാനുണ്ട് അല്ലെ? അതായത് റിമൈൻഡർ 1 വരുന്നതാണ് നമ്മൾ ചെയ്തത്. ഇനി റിമൈൻഡർ 2 വരേണ്ട സംഖ്യ എടുക്കണം അല്ലെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണം. അപ്പൊ ആ സംഖ്യ ഏതായിരിക്കും? റിമൈൻഡർ 2 വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആദ്യം 2 എഴുതി അല്ലെ? ഇനി എന്ത് വേണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ എന്ത് വേണം? ഇതിന്റെ കൂടെ 4 കൂട്ടി പോവാ അല്ലെ? അപ്പൊ 2ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ എത്ര വന്നു? 6. 6ന്റെ കൂടെ 4 കൂട്ടിയാൽ 10. 10ന്റെ കൂടെ 4 കൂട്ടിയാൽ 14 അല്ലെ? അടുത്തത് 18. ഇങ്ങനെയാണ് നമുക്ക് വേണ്ട സംഖ്യകൾ. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കുറച്ച് നോക്കാം. അപ്പൊ നോക്കിയാൽ ഉദാഹരണത്തിനൊക്കെ 10 - 2 എടുത്തു. 10 - 2 നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി അല്ലെ? ഓക്കെ, ഇതെന്താണ്? ഇത് 4ന്റെ ഗുണിതം തന്നെയാണ് അല്ലെ? 4ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 10 - 2 കിട്ടി. 2 10 - 2 ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ മതി? 10നെ നമുക്ക് എന്ത് എഴുതാം? നേരത്തെ ചെയ്ത് അതേപോലത്തെ ഒരു വ്യത്യാസമില്ല. 10നെ നമുക്ക് 5 × 2 ആണ് 10 അല്ലേ? മൈനസ് 2നെ എങ്ങനെ എഴുതാം? 2നെ നമുക്ക് 1 × 2 അല്ലെ? 1 × 2 ആണ് 2. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ 5നെ 2 കൊണ്ട് ഗുണിക്കുന്നു, 1നെ 2 കൊണ്ട് ഗുണിക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു അല്ലെ? അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ 2 കൊണ്ടാണ് ഇതിന് ഗുണിക്കുന്നത് അല്ലേ? അല്ലെ? അതിന് പകരം 5ൽ നിന്ന് 1 കുറയ്ക്കുന്നു, അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു അല്ലെ? ഈ 2 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പൊ നോക്കിയേ, 5 - 1 എത്രയാണ്? 4. 4 × 2 അല്ലെ? ഇപ്പൊ ഇവിടെ എന്താണ് ലാസ്റ്റ് കിട്ടിയ ഉത്തരം? 4 × 2 8. അതായത് ലാസ്റ്റ് നോക്കിയാൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ലെ? 4 കൊണ്ട് 2ന് ഗുണിക്കുന്നു. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? അവസാനം കിട്ടും 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇനി ഉത്തരം എഴുതാലോ. ദി ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെ? അപ്പൊ മലയാളം പഠിക്കാത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 4ന്റെ ഗുണിതമാണ് അല്ലെ? ഗുണിതമല്ല നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഈ 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഇഫ് 2 numbers leave the same remainder on division by a number, what is the relation between the difference of these numbers and the dividing number? അല്ലെ? അതായത് 2 സംഖ്യകൾ, ഈ 2 സംഖ്യകൾ ഒരു സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കുന്നു. അപ്പൊ 2 വ്യത്യസ്ത സംഖ്യകൾ ആ സംഖ്യകൾ ഒരു സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കുമ്പോൾ ഒരേ റിമൈൻഡർ, സെയിം റിമൈൻഡർ ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 2 സംഖ്യകളുടെ ഡിഫറൻസ്, അതായത് വ്യത്യാസവും അതുപോലെ തന്നെ നമ്മൾ ഈ ഹരിച്ച സംഖ്യ, അപ്പൊ ആ ഡിവൈഡ് ചെയ്ത സംഖ്യയും തമ്മിൽ എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ, എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? ഇതാണ് ചോദ്യം. അപ്പൊ ചോദ്യം കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും അല്ലെ? ഇവിടെ നോക്കിയേ, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടം വരുന്ന, ഒരേ റിമൈൻഡർ വരുന്ന 2 സംഖ്യകൾ കണ്ടുപിടിക്കണം ആദ്യം അല്ലെ?
അതായത് ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുന്നു, രണ്ട് സംഖ്യകൾ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ ശിഷ്ടം എത്രയായിരിക്കണം? ഒരേ സംഖ്യ തന്നെ കിട്ടണം അല്ലേ? അപ്പോൾ അത് ആ സംഖ്യകൾ കണ്ടുപിടിക്കാൻ എന്താണ് എളുപ്പപ്പണി? നമ്മൾ നേരത്തെ ചെയ്തില്ല, അതാണ് ഞാനത് മയക്കാണ്ട് ഇവിടെ തന്നെ വെച്ചത്. ഇവിടെ നോക്കിയാൽ ഇത് ഏത് സംഖ്യകളാണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന സംഖ്യകളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ? നേരത്തെ ചോദ്യത്തിൽ എഴുതിയതാണിത് അല്ലേ? അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം 2 എഴുതി, പിന്നെ 4 അതിൻ്റെ കൂടെ കൂട്ടി എഴുതി അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ സംഖ്യകളെ നാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ എത്ര ആയിരിക്കും? ഇതിൻ്റെ റിമൈൻഡർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ റിമൈൻഡർ 2 ആയിരിക്കും, കാരണം 2 അല്ലേ നമ്മൾ കൂട്ടി കൊടുത്തത്. ഇപ്പോൾ 10നെ ഞാൻ നോക്കിയാൽ 10നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ റിമൈൻഡർ എത്ര വരാം? നോക്കിയാൽ 10 ഹരിക്കണം 4, 2 പ്രാവശ്യം 2 × 4 8, റിമൈൻഡർ 2 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി 14നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 14നെ നോക്കിയാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 14ൽ എത്ര 4 ഉണ്ട്? 3 4 അല്ലേ? 3 × 4 12, റിമൈൻഡർ 2 തന്നെ വന്നു അല്ലേ? അതായത് നമുക്ക് സംഖ്യ കണ്ടുപിടിക്കുക ഇങ്ങനെ ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്ത് അതേ പണി എടുത്താൽ മതി. അതായത് റിമൈൻഡർ നമ്മൾ ആദ്യം എഴുതിയിട്ട് പിന്നെ 4 കൂട്ടി കൊടുത്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ 3 കൂട്ടി കൊടുത്തില്ലേ, അപ്പോൾ അതേ രൂപത്തിൽ എഴുതി അല്ലേ? ഇപ്പോൾ 4 കൂട്ടി കൊടുത്തത് കൊണ്ട് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 3 ഇവിടെ കൂട്ടി കൊടുക്കുന്നതാണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് റിമൈൻഡർ ശിഷ്ടം നോക്കിയാൽ സെയിം ശിഷ്ടം തന്നെ കിട്ടി അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ 2 സംഖ്യ തന്നെ എടുക്കുക, 10ഉം 14 നമ്മൾ എടുത്തു. ഓക്കെ, ഇനി 10ഉം 14 നോക്കിയാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ ശിഷ്ടം എത്രയാണ്? 2. ഇതിനെ 14 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ശിഷ്ടം 2 അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ 10നെ അല്ലേ, 10നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം എത്ര വരും? മിച്ചം നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി അല്ലേ? 2 കിട്ടി. ഇനി അതല്ലെങ്കിൽ 14നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ റിമൈൻഡർ എത്ര വന്നു? ശിഷ്ടം അല്ലെങ്കിൽ മിച്ചം എത്ര കിട്ടി? നമുക്ക് 2 കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് എന്താ കിട്ടിയത്? ഒരേ ശിഷ്ടം തന്നെയാണ് കിട്ടിയത് അല്ലേ? ഒരേ റിമൈൻഡർ തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി ഡിഫറൻസ് ഓഫ് ദീസ് നമ്പേഴ്സ് ആൻഡ് ദി ഡിവൈഡിംഗ് നമ്പർ? അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകളുടെ വ്യത്യാസവും അല്ലെ, 2 സംഖ്യകളാണ് ഇവിടുത്തെ 10ഉം 14ഉം. അപ്പൊ ഈ സംഖ്യകളുടെ വ്യത്യാസവും നാം ഡിവൈഡ് ചെയ്ത സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതാണ് ചോദ്യം. അത് നമുക്ക് നോക്കിയാൽ ഡിഫറൻസ് ഓഫ് ദി നമ്പേഴ്സ് അല്ലെ, ഡിഫറൻസ് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിലും ഡിഫറൻസ് ഓഫ് ദി നമ്പേഴ്സ്. അതായത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ എഴുതാം. എത്ര സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം? 14 നിന്ന് 10 കുറച്ചാൽ 14 - 10 എത്ര കിട്ടി? നമുക്ക് 4 കിട്ടി. അപ്പൊ നോക്കി, ഹരിച്ച സംഖ്യയും ഇതും തമ്മിലുള്ള ഡിഫറൻസ് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതേ സംഖ്യ അല്ലേ, 4 തന്നെയാണ് ഇവിടെ കിട്ടിയത് അല്ലേ? 4 തന്നെയാണ് ഇവിടെ കിട്ടിയത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേറെ 2 സംഖ്യകളും നമുക്ക് എടുത്തിട്ട് ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നോക്കിയാൽ 18ഉം 6 എടുക്കാം. നമുക്ക് 18 എടുത്തു, 6 എടുത്തു സംഖ്യകൾ. നേരത്തെ 10ഉം 14 എടുത്തതിന് പകരം 18 6 എടുത്തു അല്ലേ? ഇനി നോക്കിയാൽ 18നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 18 ഹരിക്കണം 4 എത്ര വരും? 4 × 4 16 അല്ലേ? 4 × 4 16. ശിഷ്ടം എത്ര കിട്ടി നമുക്ക്? 2 കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ റിമൈൻഡർ മിച്ചം അല്ലെങ്കിൽ ശിഷ്ടം എത്ര കിട്ടി നമുക്ക്? 2 അല്ലേ? 2 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 6നെ 6/4 നോക്കാം. 6നെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഒരു പ്രാവശ്യം കൂടും അല്ലേ? 1 × 4 4. ശിഷ്ടം എത്ര കിട്ടി? 2 കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ റിമൈൻഡർ ഇവിടെയും നമുക്ക് എത്ര കിട്ടി? 2 തന്നെ കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെയും 2 കിട്ടി, ഇവിടെയും നമുക്ക് 2 തന്നെ കിട്ടി. സംഖ്യകൾ തമ്മിൽ വ്യത്യാസം ഒന്ന് കണ്ടു നോക്കിയാൽ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നു ഡിഫറൻസ് വ്യത്യാസം, സംഖ്യകൾ തമ്മിൽ വ്യത്യാസം. ഇതേപോലെ എഴുതാം. 18 - 6 എത്ര കിട്ടി നമുക്ക്? 12 കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ ഡിഫറൻസ് കിട്ടിയ 12 ആണ്. അപ്പോൾ ഈ 12ഉം ഈ 4ഉം തമ്മിൽ എന്താണ് ബന്ധം നോക്കിയേ? ഇവർ തമ്മിലുള്ള ബന്ധം 4ന്റെ മൾട്ടിപ്പിൾ ആണ് 12 അല്ലേ? ഇത് നമുക്ക് എന്തെന്ന് പൊതുവായിട്ട് എന്തെന്ന് പറയാം? ഈ കിട്ടുന്ന സംഖ്യ എന്തായിരിക്കും? ഡിഫറൻസ് എന്തായിരിക്കും? ഈ 4ന്റെ ഹരിച്ച സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? 4 × 1 4. ഇവിടെ ആണെങ്കിൽ 12 അല്ലേ? അപ്പോൾ 4 × 3 12. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് എഴുതാൻ പറ്റും? ദി ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡിവൈഡിങ് നമ്പർ. കണ്ട, ദി ഡിഫറൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡിവൈഡിങ് നമ്പർ. അതായത് ഹരിച്ച സംഖ്യയുടെ ഗുണിതമാണ് സംഖ്യകളുടെ വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിതിൽ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.